ഇത് എൻ്റെ നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അർഷദ് എന്ന് നാട്ടിലുള്ള ഓനിവിടെ കുവൈത്തിലുണ്ട്. അപ്പം ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അവരുടെ പറഞ്ഞു നാട്ടിൽ നിന്ന് പോരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഇത് കുളിച്ചിട്ട് എന്നോട് പറഞ്ഞു കുറച്ച് ബീഫും അവരെന്തോ ഊരവേദന ഉണ്ട്, അപ്പോൾ അതിനെന്തോ ഒരു ബെൽറ്റും ഉണ്ട്, ഇതൊന്ന് കൊണ്ടുവരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ, നമ്മളെ നാട്ടിലുള്ള ആൾക്കാരല്ലേ, ഇതിൽ ആയിക്കോട്ടെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. മറ്റാണ് അവൻ്റെ ഫ്രണ്ട്സ്, അവൻ്റെ വേറെ ടീംസ് നാട്ടുകൾ തന്നെ, ഞങ്ങൾ പള്ളിപ്പായുള്ള ഷമീമ എന്ന ചെക്കനും അവൻ്റെ ടീമും ആണ് ഈ സാധനം വാങ്ങിയത്. അവൻ്റെ വീട്ടിൽ നിന്ന് സാധനം വാങ്ങി കൊണ്ടുപോയി പിന്നെയാണ് അവർ പാക്ക് ചെയ്തിട്ട് എന്നെ ഏൽപ്പിക്കുന്നത്. ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ ഒരാൾ സാധനം കൊണ്ടുവന്നാലും ഞാൻ വിളിച്ചൊക്കെ ചെയ്യുന്നു. നമ്മളെ ആൾക്കാരല്ലേ, നമ്മളെ നാട്ടിലുള്ള ആൾക്കാരല്ലേ എന്നുള്ളതിൽ ഇതെന്താണെന്ന് അറിയില്ല, എനിക്ക് എന്തോന്ന് തോന്നി, പൊളിച്ച് നോക്കാമെന്നുള്ള എന്തോന്ന് തോന്നി. ഞാൻ പൊളിച്ച് നോക്കിയത്, നോക്കിയപ്പോഴാണ് അവരൊരു നമ്മൾ ഈ ക്ലോക്കിൻ്റെ ഒക്കെ പെട്ടി പോലത്തെ ഒരു പെട്ടിയിൽ ഫുള്ള് സെറ്റ് ചെയ്ത് തന്നെ നല്ല പ്ലാസ്റ്ററൊക്കെ ചുറ്റി സെറ്റാക്കിയിട്ട് കൊണ്ടുവന്നു. അങ്ങനെ പൊളിച്ച് നോക്കിയപ്പോൾ അതിൽ കുറച്ച് ബീഫ്, പിന്നെ ഊരൊക്കെ ഇടുന്നൊരു ബെൽറ്റ്, ഒരു കുപ്പിയിൽ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ കുപ്പി വെച്ചൊരു പൽപ്പൊടിയൊക്കെ കിട്ടില്ല, അതുപോലത്തെ ഇങ്ങനെ ഫുള്ള് പ്ലാസ്റ്റർ ഇട്ടപ്പോൾ ഞാനതൊക്കെ കരുതിയത്. കാരണം സാധാരണ നമ്മൾ പൽപ്പൊടി അങ്ങനത്തെ ഒക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുള്ളൂ, അതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫസ്റ്റ്. പിന്നെ എന്തോ അതിൻ്റെ പ്ലാസ്റ്ററൊക്കെ കഴിച്ച് തുറന്നു നോക്കിയപ്പോഴാണ് കഞ്ചാവാണെന്ന് മനസ്സിലായത്. ഞാൻ നേരെ വായക്കാട് സ്റ്റേഷനിൽ വിളിച്ച്, രാത്രി 11 മണി ടൈമിൽ സ്റ്റേഷനിൽ വിളിച്ച്. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞ് സാധനം കൊണ്ട് ഇങ്ങോട്ട് വന്നോളി പറഞ്ഞ് ഞാൻ അവൻ്റെ ആ പെട്ടിയും സാധനങ്ങളുമായിട്ട് നേരെ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത്. ഇറച്ചി എന്ന വ്യാജേന പ്രവാസിയുടെ ലഗേജിൽ കഞ്ചാവ് അയക്കാൻ ശ്രമം. യുവാവ് വാഴക്കാട് പോലീസിന്റെ പിടിയിൽ. ജാഗ്രത വേണമെന്ന പ്രവാസിയായ ഓമാനൂർ ഫൈസലിന്റെ മെസ്സേജ് വൈറൽ. അവധി കഴിഞ്ഞ് ഗൾഫിലേക്ക് തിരിച്ചു പോകുന്ന ഫൈസലിനാണ് ദുരനുഭവമുണ്ടായത്. നാട്ടുകാരനായ മറ്റൊരു പ്രവാസി തനിക്ക് വീട്ടിൽ നിന്ന് ചില സാധനങ്ങൾ കൊണ്ടുവരുമെന്നും അത് എത്തിക്കണമെന്നും അറിയിച്ചു. തുടർന്ന് വീട്ടിൽ നിന്നാണെന്നറിയിച്ച് പള്ളിപ്പുറായ നീറയിൽ PK ഷമീം ഇറച്ചിയുമായി എത്തി. പെട്ടി മാറ്റിക്കെട്ടുന്നതിനിടെ പൊതി അഴിച്ച ഫൈസൽ സംശയം തോന്നി ബോട്ടിൽ പൊട്ടിച്ചു നോക്കിയപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത്. തുടർന്ന് ഫൈസൽ വാഴക്കാട് പോലീസിൽ പരാതി നൽകി. ഓമാനൂർ സ്വദേശി പള്ളിപ്പുറായ നീറയിൽ PK ഷമീമിനെ വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ സഹായിയെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. സ്റ്റേഷൻ ലിമിറ്റിൽ ഗൾഫിൽ പോകാനായി ഒരാൾ നിൽക്കുകയും പുള്ളിയുടെ ഒരു സുഹൃത്ത് ഗൾഫിലുണ്ട്, അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് അവരുടെ ബന്ധുക്കളൊരു പൊതി നൽകുകയും ചെയ്തു. ഈ സുഹൃത്തിനൊരു സംശയം തോന്നി. ഈ പൊതി അഴിച്ചു നോക്കുമ്പോൾ അതിനകത്തൊരു ചെറിയ കുപ്പിയിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു. പുള്ളി അത് ഉടൻ തന്നെ നമ്മുടെ സ്റ്റേഷനിൽ അറിയിക്കുകയും ഇവിടെ സ്റ്റേഷനിൽ അത് കൊണ്ടുവരികയും ചെയ്തു. ഇതിൻ്റെ പേരിൽ നമ്മൾ ഒരു കേസ് എടുത്തിട്ടുള്ളതാണ്. കേസെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിതിനകത്ത് പറയാനുള്ളത്, ഈ നാട്ടിൽ കൂടുതലും ആൾക്കാർ വിദേശത്താണ്. ഇതേപോലെ സുഹൃത്തുക്കൾ പലരും അവർക്ക് സുഹൃത്തുക്കൾക്ക് കൊടുക്കാനായി പൊതിയും മറ്റ് സാധനങ്ങളും കൊണ്ടുവരാറുണ്ട്. എൻ്റെ ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് തന്നെ അവർ പോയതിന് ശേഷമല്ല പൊതി അഴിച്ചു നോക്കേണ്ടത്, അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ പൊതി അഴിച്ചു നോക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. കാരണം ഇതൊന്നും അറിയാത്ത നിരപരാധികളായിരിക്കും ഇതിനകത്ത് ക്രൂശിക്കപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തെക്കാട്ടിലും കൂടുതൽ ശിക്ഷ വിദേശ രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ നിരപരാധിയായ ആൾക്കാർ ക്രൂശിക്കപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക് പാക്കിൽ പ്ലാസ്റ്റർ ഇട്ട് ഒട്ടിച്ച നിലയിൽ കഞ്ചാവ് അടങ്ങിയ നിലയിലാണ് ബോട്ടിൽ കണ്ടെത്തിയത്. തുടർന്ന് പ്രവാസികൾ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത കാണിക്കണമെന്ന വോയിസ് മെസ്സേജാണ് ഇപ്പോൾ വൈറലാകുന്നത്. ന്യൂസ് 10 എടവണ്ണപ്പാറ. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.